ആണ്. അതെ, നല്ല കാര്യം. എങ്ങനെ ഇവർക്ക് ആർക്കെങ്കിലും എന്നോടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പറ്റൂ? പാർട്ടിയല്ല പടച്ചവും പറഞ്ഞാൽ പറ്റൂല. ഞാൻ അഹംഭാവം പറയണല്ല. ചില ഘട്ടങ്ങളിൽ എന്നെ ഇവർക്ക് പ്രയോജനപ്പെടുള്ളൂ. അതിന്റെ മാർക്കറ്റ് കൂട്ടാനും പറയണല്ല. പിന്നെ ഞാൻ പലതും പറയാണ്ട് ഇങ്ങനെ മടിച്ചു പോണേ എന്താണെന്നറിയാമോ? ഇതങ്ങോട്ട് അവസാനിപ്പിക്കട്ടെ ഇന്നത്തെ കൊണ്ടെന്നാണ്. ഈ പി രഹസ്യങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ. ആരാ മര്യാദക്കാര്? ഭൗതികതയും റാഡിക്കലും ഒക്കെ പറയലല്ലേ ഉള്ളൂ. അല്ല, മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞ എന്ത് റാഡിക്കലും ഭൗതികതയുണ്ട്. എന്നൊക്കെ വലിയ ഫ്രോഡാണ് അദ്ദേഹത്തിന്റെ മകൻ. നിങ്ങൾ കണ്ടതല്ലേ? സ്വപ്ന സുരേഷിനെ വെച്ച് 5 കോടി ബാർഗൈൻ ചെയ്തത് ഞാനാണോ? എന്റെ പേരിൽ ഒരു കേസ് ഉണ്ടാ. ഞാൻ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ആകെ ശോഭ കൊടുത്ത കേസ് 509 ഇട്ടിട്ടുണ്ട് ഇന്നലെ. അതിനുമുമ്പ് എന്റെ പേരിൽ ഏതാ എഫ്ഐആർ ഉള്ള? ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ പേരിൽ അന്വേഷണങ്ങൾ ഫേസ് ചെയ്യുന്നു. ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. ശരി, ഞാൻ ഫ്രോഡ് സമ്മതിച്ച്. ഞാൻ എന്റെ കൂടെ കൂടാൻ പറഞ്ഞു. ഒരു ദിവസം ഞാൻ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ഗോവിന്ദ മാഷ എന്റെ അടുത്തിരിക്കണം. ഇപ്പൊ ഒരു കുഴപ്പമുണ്ട്. കണ്ണൂർ ഫ്ലൈറ്റിൽ പോകുമ്പോൾ എന്താണെന്നറിയാമോ? മൗത്ത് മാസ്ക് കൂടാണ്ട് ഐ മാസ്കും കൂടി എടുക്കണം. ഞാൻ ഇപ്പൊ എടുത്തിട്ടുണ്ട് ബാഗിൽ. കാരണം ഇപ്പൊ കണ്ട കണ്ണും കൂടി മറയ്ക്കണമല്ലോ, അല്ലേ? ഒരു ദിവസം ഗോവിന്ദ മാഷ എന്റെ അടുത്ത് വന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് സീറ്റ് മാറാൻ. എന്താണെന്നറിയാമോ? സീറ്റ് മാറാൻ കിട്ടിയിരുന്നേ മാറിയനെ. ഇനി അധികം ബുദ്ധിമുട്ടിലാവണ്ട ഞാൻ. കാരണം ഫ്ലൈറ്റിൽ ഇപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു വന്നല്ലോ. അധികം വന്നു പെട്ട് അധികം ഗൺമാനും കൂടി വന്ന് അധികം കയറി അധികം എന്റെ തൊട്ടടുത്ത് വന്നു. ഞാൻ ഒരു അക്ഷരം മാക്സിമം മിണ്ടാണ്ട് കാണാത്ത മട്ടിനിരുന്നു. കാരണം അധികം ശ്രദ്ധിക്കേണ്ടെന്നുള്ളത് അധികം എന്നെ ശ്രദ്ധിച്ചില്ല. അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഈ ഐ മാസ്കും മൗത്ത് മാസ്കും കൂടി കരുതാം. അത് തെറ്റാണ് അദ്ദേഹം പറഞ്ഞത്. സമയം എടുത്തു. കാരണം ഒന്നാമത്തെ ജാവദേക്കറിന്റെ പ്രശ്നം എന്താ വെച്ചാൽ കഴിഞ്ഞ തവണയും പറഞ്ഞു, അദ്ദേഹം ഹിന്ദി, മറാത്തി, ഇംഗ്ലീഷും എല്ലാം കൂടി കലർത്തും. അപ്പൊ ഒരു തടസ്സങ്ങളുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ആ ലിഫ്റ്റ് കയറാൻ എടുക്കും 4 മിനിറ്റ് മുകളിലെടുത്ത്, പിന്നെ എങ്ങനെ 5 മിനിറ്റ് സംസാരിക്കണം? സംസാരങ്ങള് ഞാൻ വീണ്ടും പറയണത്, EP ജയരാജൻ കണ്ടു, സംസാരിച്ചു. ഞാനത് നിഷേധിക്കുന്നില്ല, അധികം നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തെ BJP ചേർക്കാനെന്ന് ശോഭ പറഞ്ഞത് വൃത്തികേടാണെന്ന് പറയണ സുധാകരൻ പറഞ്ഞതും. അങ്ങനെ ഒരു ഡയലോഗ് വച്ചിട്ടില്ല. എനിക്കെന്തിനാ EP സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം? ചേർക്കാനാണ് ഞാൻ ചേർക്കാനാന്ന് പറയൂലേ? 73 വയസ്സായ അദ്ദേഹം ഇനി BJP ചേർന്നിട്ട് വല്ലതും ആവാനുണ്ടാ? നമ്മൾ അങ്ങനെ കൂടി ആലോചിക്കണ്ടേ?